ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അവിൽ വെച്ചിട്ട് ഇന്നൊരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവും. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പൊടികളൊക്കെ ഇല്ലാത്ത സമയത്ത് എപ്പോഴും നമ്മുടെ വീട്ടിൽ പത്തിരിപ്പൊടി ആയാലും പുട്ടുപൊടി ആയാലും ഉണ്ടായിന്ന് വരില്ല അല്ലേ. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് അവിൽ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോസാണ്. അതേപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടെ കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അവിൽ നമുക്കൊന്ന് അരിച്ചും കൂടെ എടുക്കാം. ചെറിയ പൊടികളൊക്കെ ഉണ്ടെങ്കിലൊന്ന് പോവാൻ വേണ്ടിയിട്ടാട്ടോ. ചെറിയ പൊടികളുണ്ടാവും, അതൊന്ന് മാറ്റിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 3 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4 കാന്താരി നമ്മൾ എടുത്തിട്ടുണ്ട്, പച്ച കാന്താരി, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഇതാ കറിവേപ്പില ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ചില്ലി ഫ്ലെക്സ് വേണം. പിന്നെ നമുക്ക് കായത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും ഐറ്റംസാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പം ഇനി നമുക്ക് ഈ അവിലൊന്ന് വറക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ഈ അവിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഒരേപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കാം. ഇതാ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം. അപ്പം ഇനി ഇതാ ഒരു മിക്സിംഗ് ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞെടുത്ത നമ്മുടെ ഉരുളക്കിഴങ്ങ് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മളെടുത്ത് വെച്ച നമ്മുടെ ഈ ഒരു പച്ചമുളക് ഇത്രയും ചേർത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം. പിന്നെ നമുക്ക് കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില കയ്യിലുണ്ടെങ്കിൽ മല്ലിയില എടുക്കാം കേട്ടോ. പിന്നെ ഇതൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞെടുത്ത നമ്മുടെ കറിവേപ്പില, ഇതിന് പകരം നിങ്ങൾക്ക് മല്ലിയില എടുക്കാം കേട്ടോ. പിന്നെന്താ കുറച്ച് ചില്ലി ഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം ജീരകം, നമ്മൾ രസത്തിലൊക്കെ ഇടുന്ന ചെറിയ ജീരകം ഉണ്ടല്ലോ, ജീരകം. പിന്നെ ഒരിത്തിരി കായത്തിൻ്റെ പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്, ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ. ഇനി നമുക്കിത് കൈ വെച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ എല്ലാ വശവും നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തി ചുട്ടും കൂടെ എടുക്കാം കേട്ടോ. ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് വലിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. നമുക്കൊരു ചപ്പാത്തി പരത്തിയെടുക്കുന്ന ആ ഒരു രീതിയിൽ കുറച്ച് വലിയ ഉരുളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. അത് ഒരല്പം പൊടിയൊന്ന് ഇതേപോലെ ചപ്പാത്തി കല്ലിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം.
ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്കൊരു ലിഡ് വെച്ചിട്ട് ഒന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്ര ഷേപ്പൊന്നുമില്ല നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ലിഡ് വെച്ചിട്ട് ഫോട്ടോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. കറക്റ്റ് ഷേപ്പ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതേപോലെ അങ്ങ് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിത് ചുട്ടെടുക്കാനായിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചോട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരുപാട് കനത്തിലങ്ങ് പരത്തിയെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ പൊറോട്ട ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരല്പം ഓയിലൊന്ന് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മതിയാവും. തവി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തിയെടുത്ത നമ്മുടെ ഈ ഒരു പൊറോട്ട നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് ചുട്ടെടുക്കും. ഇനി നമ്മളിത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. ഇതാ നമ്മൾ എല്ലാം ഒന്ന് ചുട്ടെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളിവിടെ അവിൽ വെച്ചിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് വല്ലപ്പോഴൊക്കെ ഇതേപോലെ നമ്മുടെ വീട്ടിൽ പൊടികളൊക്കെ ഇല്ലെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.